ദേഷ്യവും സങ്കടവും ആ കച്ചവടക്കാരൻ്റെ മുഖത്ത് മിന്നിമറഞ്ഞു. അയാൾ ആസുറയെ സൂക്ഷിച്ചു നോക്കി. ആ കത്തി കൊണ്ട് തന്നെ കുത്തിക്കൊല്ലുമോ എന്ന് ഭയപ്പെട്ട ആസുറ കിടന്ന കിടപ്പിൽ മെല്ലെ എഴുന്നേറ്റു. വേച്ചു വേച്ചു നടന്നു വന്ന് പ്രഭുവിൻ്റെ കാൽച്ചുവട്ടിൽ വീണു. അവരുടെ കാൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ മകനെ എനിക്ക് കൊല്ലാൻ പറ്റില്ല. ഞാൻ കൊന്നിട്ടില്ല. പക്ഷേ എല്ലാവരും പറയുന്നത് ഞാനാണ് കൊന്നത് എന്നാണ്. മാസങ്ങളായി എൻ്റെ മടിയിൽ കിടന്നതാണ് അവൻ വളർന്നത്. ആ കുഞ്ഞിൻ്റെ കഴുത്തിൽ കത്തിവെക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ എനിക്കാവില്ല. പ്രഭു അവരെ എഴുന്നേൽപ്പിച്ചു. അവരുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ആസുറ ബീവിയുടെ കണ്ണുകളിൽ നിരപരാധിത്വം തെളിയുന്നത് കണ്ട പ്രഭു ആസുറ ബീവിയോട് പറഞ്ഞു, ഇല്ല പെണ്ണെ, നിനക്ക് എൻ്റെ മകനെ കൊല്ലാനാവില്ല. അതിനുള്ള മനക്കരുത്ത് നിനക്കില്ല. പക്ഷെ നീ ഒരു കാര്യം അറിയണം. കുറച്ചു ദിവസങ്ങളായി എന്നെയും നിന്നെയും സംബന്ധിച്ച് ഇവിടെ ചീഞ്ഞു നാറുന്ന ഒരു അവിഹിത ബന്ധത്തിൻ്റെ കഥ വരക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആരാണ് അതിൻ്റെ പിന്നിലെന്ന് എനിക്കറിയില്ല. പലരും ചോദിച്ചിട്ടുണ്ട്. നിന്റെ വീട്ടിലെ